സൗദി ഫാമിലി വിസിറ്റ് വിസ ഓൺലൈൻ വഴിയുള്ള റിന്യൂവൽ നിർത്തിവെച്ചിട്ട് ഏകദേശം 8 ദിവസത്തോളമായി. ഇപ്പോൾ റിന്യൂവൽ നടക്കുന്നത് മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയുള്ള ആളുകൾക്ക് മാത്രമാണ്. അതുതന്നെ ബോർഡർ വഴിയുള്ള എക്സ്റ്റൻഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഓൺലൈൻ റിന്യൂവൽ മൾട്ടിപ്പിൾ ആയാലും സിംഗിൾ ആയാലും ഇപ്പോൾ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയുള്ള ആളുകൾക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ സൗദിയിലെ ഏതെങ്കിലും ഒരു ബോർഡറിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കിട്ടുന്നതാണ്. ഓക്കെ, എക്സ്റ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ആവുകയും അത് എൻ്റർ ആവുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിസയിൽ ഡേറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രം. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള വിസയിൽ വാലിഡ് ആൻഡിൽ നിന്ന് കാണാൻ പറ്റും. അത് തീരാൻ പാടില്ല. ഓക്കെ, ആ ഡേറ്റ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് 10 ദിവസമായാലും 2 ദിവസമായാലും 3 ദിവസമായാലും അത് ഡേറ്റ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ആ ഡേറ്റിന് മുന്നേ സൗദി അറേബ്യയിലേക്ക് വാലിഡ് അണ്ടിൽ നിന്ന് കാണാം. ആ ഡേറ്റിന് മുന്നേ എപ്പോൾ സൗദി അറേബ്യയിലേക്ക് എൻ്റർ ആയാലും നിങ്ങൾക്ക് 90 ഡേയ്സ് വീണ്ടും എക്സ്ട്രാ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ബഹ്റൈൻ്റെ കോസ്വേ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ബഹ്റൈൻ വഴിയും നമുക്ക് ഫാമിലി വിസിറ്റ് വിസ എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഏജൻസിയുടെ സഹായത്തോടു കൂടി തന്നെ ബഹ്റൈൻ കോസ്വേ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഫാമിലി വിസിറ്റ് വിസ എക്സ്റ്റൻഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബഹ്റൈൻ്റെ കോസ്വേ കഴിഞ്ഞ വ്യാഴാഴ്ച സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യാഴാഴ്ചയും ചിലപ്പോൾ സ്റ്റോപ്പ് ആക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം വീക്കെൻഡ് ആവുന്ന സമയത്ത് ഇവിടുന്ന് ഒരുപാട് ആളുകൾ പോകുന്നതുകൊണ്ട് തന്നെ ട്രാഫിക് ജാമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഈ വിസിറ്റ് വിസക്കാർക്ക് ചിലപ്പോൾ നിയന്ത്രണങ്ങൾ വരുത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ദമാമിൽ അതേപോലെ തന്നെ റിയാദിലുള്ള ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ വ്യാഴാഴ്ചക്ക് മുന്നേ വെള്ളി ശനി ഞായർ ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നിട്ട് എക്സ്റ്റൻഷൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ ജോർദാനിൽ പോയിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഖത്തർ ബോർഡർ ഉണ്ട്. അപ്പോൾ ഇത്തരം ബോർഡറുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയുള്ള ആളുകൾക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയുള്ള ആളുകൾക്ക് എക്സ്റ്റൻഷൻ കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ജവാസാത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ തവസ്സുൽ റിക്വസ്റ്റ് കൊടുത്താലൊന്നും തന്നെ എക്സ്റ്റൻഷൻ കിട്ടൂല. അപ്പോൾ അവർക്ക് ഇനി നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് രക്ഷയുള്ളൂ. പിന്നീട് ഈ വിസയൊക്കെ ഓപ്പൺ ആകുന്ന സമയത്ത് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുതിയൊരു വിസ എടുത്തതിന് ശേഷം ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരക്കാർ, അതായത് സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയുള്ള ആളുകൾ വിസ കാലാവധി തീരുന്നതിന് മുന്നേ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും നന്നാവുക. കാരണം നല്ല ഫൈനും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഈ സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ അടുത്തതായിട്ട് പല ആളുകൾക്കും മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസ ഉള്ള ആളുകൾക്ക് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട്, അതായത് മൾട്ടിപ്പിൾ കിട്ടിയിട്ട് അത് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആളുകൾക്ക് സിംഗിളായിട്ട് വന്നിട്ടുണ്ടാവും. അത് 54 ഡേയ്സ് മുതൽ ഇങ്ങോട്ട് പല തരത്തിലുള്ള ഡേറ്റ് വെച്ചിട്ട് പല ആൾക്കും കിട്ടിയിട്ടുണ്ടാവും. അത്രക്കാരും സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയുടെ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. അവർക്കും ഈ ബോർഡർ എക്സ്റ്റൻഷൻ കിട്ടില്ല. അവർ ബോർഡർ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ബോർഡർ എക്സിറ്റ് ആകാൻ പറ്റും, പക്ഷേ എൻ്റർ ആവാനും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അവരും ഈ സിംഗിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസയുടെ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. അവരും വിസ കാലാവധിക്ക് മുമ്പ് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, മൾട്ടിപ്പിൾ എൻട്രി ഫാമിലി വിസിറ്റ് വിസ 1 ഇയർ കഴിയാൻ പാടില്ല. ഓക്കെ, 1 ഇയർ കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്ന ആളുകളുണ്ടാവും. കാരണം ഇപ്പം 21 മാസം വരെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, 12 മാസത്തിന് ശേഷം നമുക്ക് പിന്നെ ഓൺലൈൻ വഴിയാണ് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മുമ്പ്. ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തതോടുകൂടി തന്നെ 1 ഇയറിന് ശേഷം നമുക്ക് ബോർഡർ വഴി എക്സ്റ്റൻഷൻ കിട്ടൂല. അതുകൊണ്ട് തന്നെ അവരും വിസ തീരുന്നത്, അതായത് എപ്ഷറിൽ വിസ തീരുന്നതിന് മുമ്പ് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. ഓക്കെ.